ഹൈദരാബാദിൽ. അങ്ങനെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ആരാധകരെ ആവേശത്തിലാക്കിയ തിയേറ്ററുകളിൽ എമ്പുരാന്റെ കൊടിയേറ്റമാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മിനിറ്റുകൾ മാത്രമാണ് ഇനി ആദ്യ പ്രദർശനം അവസാനിച്ച് പ്രതികരണങ്ങൾ അറിയാൻ ബാക്കിയുള്ളത്. സിനിമയുടെ വിവരങ്ങളും വിശേഷങ്ങളും എല്ലാമായി കൊച്ചിയിൽ നിന്ന് കാളിദാസൻ, തിരുവനന്തപുരത്ത് നിന്ന് വിനയരാജ്, കോഴിക്കോട് നിന്ന് അഭിന പി ചിറക്കൽ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാം. വിനയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അതുല്യ. ഗുഡ് മോർണിംഗ്. അനന്തപുരിയിൽ എങ്ങനെയാണ് എമ്പുരാന്റെ ഒരു കൊടിയേറ്റം? ആ ആവേശമൊക്കെ എത്രത്തോളം ഉണ്ട്? ആദ്യ ഷോയ്ക്കുള്ള പ്രതികരണങ്ങൾ, ആദ്യ പകുതി പിന്നിടുമ്പോൾ ആളുകളുടെ പ്രതികരണങ്ങളെല്ലാം എന്തായിരുന്നു? എന്തായാലും ഇനി സിനിമ കണ്ട ആളുകൾ പുറത്തിറങ്ങുന്നതും അവരുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ആദ്യ ഹാഫ് കണ്ടിറങ്ങിയ ആളുകൾ പറഞ്ഞത് സിനിമ തൂക്കി എന്ന് തന്നെയാണ്. കാരണം അത്രത്തോളം ഹൈപ്പാണ് എമ്പുരാന് നൽകിയിട്ടുണ്ടായിരുന്നത്, അത്രത്തോളം ആവേശമായിരുന്നു. ഈ രാവിലെ തിയേറ്റർ അല്ലെങ്കിൽ 6 മണിക്ക് ഷോ തുടങ്ങുന്ന സമയം തന്നെ അത്രത്തോളം ജനങ്ങളായിരുന്നു നമുക്ക് ഈ തിയേറ്ററിലും പരിസരത്തും മറ്റും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 6 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ട് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമ അവസാനിക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ വരും, ആളുകളുടെ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. ആദ്യ ഹാഫ് കണ്ട ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് സിനിമ തൂക്കിയിട്ടുണ്ട്, സിനിമ അടിപൊളിയാണ് എന്ന് തന്നെയായിരുന്നു ആദ്യ ഹാഫിൽ പ്രധാനമായും ഈ ആളുകളടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അറിയേണ്ടത് ഈ സിനിമ മൊത്തത്തിൽ കണ്ടതിന് ശേഷമുള്ള ആളുകളുടെ പ്രതികരണമാണ്. എങ്ങനെയാണ് സിനിമ തൂക്കിയോ അല്ലെങ്കിൽ സിനിമ തൂക്കിയോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടറിയേണ്ടത്. നമ്മളും ഭയങ്കര ആകാംക്ഷയിലാണ്. കാരണം എങ്ങനെയാണ് സിനിമ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുമുണ്ട്. മോഹൻലാൽ ആരാധിക എന്ന നിലയിൽ എനിക്കും ഭയങ്കര ആവേശമാണ്. ഞാനും സിനിമ കാണാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ സിനിമ തൂക്കിയോ എന്നതടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്, സിനിമ കണ്ടതിന് ശേഷം ആളുകൾ വരുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയ ആളുകളുടെ ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ആവേശത്തിൽ തന്നെയാണ്. ആവേശത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല സിനിമ എന്ന് തന്നെയാണ് ആളുകളുടെ പ്രതികരണം വരുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളുമുള്ളത്. തിരക്ക് കഴിഞ്ഞ് ആദ്യത്തെ ഷോ കഴിഞ്ഞ ആളുകൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തിയേറ്ററിൽ അടുത്ത ഷോയ്ക്കുള്ള ആളുകളുടെ ഒരു തിരക്ക് കൂടി പ്രകടമാകാനുണ്ട്. പ്രത്യേകിച്ചും അവിടെ നിന്ന് തിരിയാനുള്ള ഒരു ഇടം പോലും കാണാൻ സാധിക്കുന്നില്ല അല്ലേ? അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ലൂസിഫറിന്റെ അത്ര ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്, അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് ആണ്. ഒരു തിയേറ്ററിക്കൽ എലമെന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉള്ള നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല അനുഭവമായിരിക്കും. 1-2 സീനുകൾ പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ്. അടിപൊളി പടം. നല്ല സസ്പെൻസ് ഉണ്ടോ? നല്ല സസ്പെൻസുകളുണ്ട്. അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്, എല്ലാവർക്കും ഇഷ്ടം. പടത്തിന് എന്തായാലും നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ സമയമില്ല.
ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടാണോ? ഈ സസ്പെൻസ് ഒക്കെ ഉണ്ട് കുറെ കാണേണ്ട സിനിമ തന്നെയാണോ? ചേട്ടാ പടം എങ്ങനെയുണ്ട്? സൂപ്പർ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറയാതെ കുഴപ്പമില്ല. ചേച്ചി പടം നല്ലതാ. എന്താ പിന്നെ ഇവിടെ ആള് വരുന്നുണ്ട്. ആൾക്കാരായിക്കോട്ടെ. അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാം കൊള്ളാം. മോഹൻലാൽ എങ്ങനെയുണ്ട്? സൂപ്പർ 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 സൂപ്പർ. വളരെ വളരെ ഗംഭീരം. മലയാളത്തിലെ ഹോളിവുഡ് ഫിലിമാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? കാരണം നമ്മൾ വിചാരിച്ച എക്സ്പെക്ടേഷൻ കിട്ടിയിട്ടില്ല. ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ പടത്തിനുണ്ടായിരുന്നു. ഹൈപ്പ് പടത്തിൽ വന്നിട്ടില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സൂപ്പർ. നല്ല പടം. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഓക്കെ. അല്ല കൊള്ളാം. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? കൊള്ളാം. ചേട്ടാ ചേച്ചി പടം എങ്ങനെയുണ്ട്? ഇനി ആ ഹൈപ്പിനൊത്ത് ഒരു വിഭാഗം പ്രേക്ഷകർ വലിയ രീതിയിലുള്ള നല്ല പടമാണ്, എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം എന്ന അഭിപ്രായം പറയുന്നതിനിടയ്ക്ക് തന്നെ ഇടയ്ക്കും തെളിക്കും ഓരോ ആളുകൾ കുഴപ്പമില്ല എന്നൊരു പ്രതികരണത്തിലൂടെ കൂടി പോകുന്നുണ്ട്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പൊളിപ്പടം. അടിപൊളി അടിപൊളി സസ്പെൻസ് ത്രില്ലർ. ചേച്ചി പടം എങ്ങനെയുണ്ട്? കൊള്ളാം. സൂപ്പർ. ചേട്ടാ സൂപ്പർ സൂപ്പർ. മോഹൻലാൽ തൂക്കിയിട്ടുണ്ട്. അടിപൊളി പൊളി. ലൂസിഫറിനെക്കാട്ടിയും കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ലൂസിഫറിനെ കാട്ടിക്കൊള്ളാം. ചേച്ചിക്ക് ഇഷ്ടമായോ? നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്. എല്ലാരും അപ്പൊ കാണാൻ റെക്കമെൻഡ് ചെയ്യാം. എല്ലാവരും എല്ലാ ഇതും അതിനകത്തുണ്ട്. ആരാധകരുടെ ഒരു തള്ളിത്തിരക്കുണ്ടാകും എന്ന പേടിയിൽ പൊതുവെ കുടുംബ പ്രേക്ഷകർ എത്താത്തൊരു ദിവസമാണെങ്കിൽ പോലും അവിടെ കുടുംബ പ്രേക്ഷകരെയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വിനയ, കൂടുതൽ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളെല്ലാം ശേഖരിക്കുക. നമുക്ക് കോഴിക്കോട് വരെ പോയി വരാം. കോഴിക്കോട് അഭിന പി ചിറക്കൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എമ്പുരാന്റെ വിശേഷങ്ങളുമായി. അഭിന, ഗുഡ് മോർണിംഗ്. അത്രയും രാവിലെ എണീറ്റ് വന്നതിന് ഏറ്റവും നല്ല പോകാം. ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പൃഥ്വിരാജ്. അപ്പൊ എന്താ ഒരുപാട് സസ്പെൻസ്. അഭിന, കോഴിക്കോട് നിന്നും എമ്പുരാന്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞിറങ്ങിയ ആളുകൾക്കിടയിൽ നിന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. എന്തായാലും ഇവിടത്തെ പോലെ തന്നെ വലിയൊരു തിരക്ക് കോഴിക്കോടും അതുപോലെ തന്നെ